ഹായ്, വേദാന്ത വൈബ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 2 എന്ന് പറയുന്നത് പഞ്ചമി തിഥി ആണ്. അത് പഞ്ചമി എന്ന് പറയുന്നത് 2:32 AM തൊട്ടിട്ട് 11:49 PM വരെയാണ് പഞ്ചമി തിഥി വരുന്നത്. അതായത് നാളെ ഒരു ഫുൾ ഡേ പഞ്ചമി തിഥിയിൽ കിട്ടും. ഈ പഞ്ചമി തിഥിയിൽ അത്യാവശ്യം ചെയ്യേണ്ട പൂജകളുടെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. വേദാന്ത വൈബ്സ് എന്ന എൻ്റെ ഈ ചാനലിൽ ഞാൻ ഹിന്ദു പൂജാവിധികളെക്കുറിച്ചും വളരെയധികം പ്രാർത്ഥനാ രീതികളെക്കുറിച്ചും സാധനകളെക്കുറിച്ചും ഒക്കെയാണ് വീഡിയോ ഇടുന്നത്. ഇതിനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. മിക്കവാറും എല്ലാ വീഡിയോസിനും വളരെ നല്ല വ്യൂസ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് പോപ്പപ്പായിട്ട് വരുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വരാഹി അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തയ്യാറായിരിക്കുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തപ്പെടുന്നത്. നിങ്ങളുടെ യൂട്യൂബ് തുറക്കുമ്പം നിങ്ങൾ പല പല കാര്യങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റായിട്ട് നിങ്ങൾ കൂടുതൽ കാണുന്ന ചാനലുകളുടെ വീഡിയോസാണ് നിങ്ങൾക്ക് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. കാരണം വരാഹിയമ്മ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരുന്നതാണത്. ഈ വഴിപാട് ഞാൻ ഈ പറയാൻ പോകുന്ന വഴിപാട് നിങ്ങൾക്ക് ഏതൊരു ദിവസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷെ പഞ്ചമി തിഥി ദിവസത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വളരെ വലിയൊരു പവറാണുള്ളത്. വരാഹിയമ്മയുടെ അനുഗ്രഹത്തോടു കൂടി നിങ്ങളുടെ ആ ഒരു വഴിപാട് വളരെ ശക്തമാവുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുകയുമാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ പഞ്ചമി ദിവസത്തിൽ നിങ്ങൾ ഈ വഴിപാട് ചെയ്ത് തുടങ്ങുക. വരാഹിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വഴിപാട് 10 ഇരട്ടി 10 മടങ്ങ് ശക്തിയോടുകൂടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ വഴിപാടുകൾ, വെറ്റില ദീപം വെക്കുന്നത്, ഉപ്പ് ദീപം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോഴാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ഓൾറെഡി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്, വഴിപാടുകൾ പ്രാർത്ഥനയ്ക്കനുസരിച്ച് വഴിപാടുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ക്ലാസ്സുകൾ എന്ന് ഞാൻ പറഞ്ഞത് ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷൻ ഞാൻ ചെയ്യിക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് കുട്ടികൾ എന്ന് പറയാനൊക്കത്തില്ല, പല പ്രായത്തിലുള്ളവരാണ്, ഒരുപാട് പേര് അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. 48 ദിവസത്തെ ഒരു ബ്രഹ്മമുഹൂർത്ത പൂജയും മെഡിറ്റേഷനുമാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഈ ഒരു വഴിപാട് പഞ്ചമി തിഥിയിൽ എന്താണ് ചെയ്യണമെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്, പഞ്ചമി തിഥി എന്ന് പറയുന്നത് അമ്മയുടെ വിശേഷപ്പെട്ട ദിവസമാണ്, അമ്മയുടെ വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അമ്മയെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുകയും ചെയ്യും. അതുകൊണ്ടാണ് പഞ്ചമി തിഥിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്കിത് മാസത്തിൽ ഒരു വട്ടം ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ ചെയ്യാം. ആഴ്ചയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് മുടങ്ങിപ്പോവും. കാരണം സ്ത്രീകൾക്ക് പീരീഡ്സും അല്ലെങ്കിൽ മറ്റുള്ള വാലായ്മകളൊക്കെ വരുന്നത് കൊണ്ട് മാസത്തിൽ ഒരു വട്ടം നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. അത് പഞ്ചമി തിഥിയിൽ ചെയ്യുക എന്നതായിരിക്കും നല്ലത്. ഈ ഒരു വഴിപാട് ചെയ്യുന്നത് രാത്രി 7:20 മണിക്ക് ശേഷമാണ്. അതായത് 7:30 അല്ല, 7:20 ശേഷം പഞ്ചമി തിഥിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു വിധി അല്ലെങ്കിൽ ഒരു പരിഹാര മാർഗം അല്ലെങ്കിൽ വഴിപാട് ഏത് പ്രായക്കാർക്കോ ഏത് വ്യക്തികൾക്കോ ചെയ്യാവുന്നതാണ്. സ്ത്രീ എന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ ഒന്നുമില്ല, ആർക്ക് വേണേലും ചെയ്യാം. ശാരീരിക ശുദ്ധിയും മനഃശുദ്ധിയും അത്യാവശ്യമാണ്. മനഃശുദ്ധി വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നമ്മളുടെ ഏതൊരു വഴിപാടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനോട് തന്നെ 11 ദിവസം അടുപ്പിച്ച് നമ്മൾ ഈ വഴിപാട് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് മുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 5 ദിവസം ചെയ്തിട്ടാണ് നിങ്ങൾ മുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ 5 ദിവസത്തതും ഒരു ഫലമില്ലാതായപ്പോൾ നിങ്ങൾ 1 എന്ന് വെച്ച് 1ാമത്തെ ദിവസം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മറന്നു പോകുന്നവരാണെങ്കിൽ മൊബൈലിൽ റിമൈൻഡറായിട്ടോ കലണ്ടറിലോ, അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ അടുക്കളയിലോ മറ്റോ എഴുതി അത് വെച്ചേക്കുക. ഇന്ന ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് Day 1, Day 2, Day 3, 3ാമത്തെ ദിവസം 4ാമത്തെ ദിവസം ഇങ്ങനെ എഴുതിയിട്ട് ഡേറ്റ് വിട്ടിട്ട് ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കും. കാരണം പല പ്രായക്കാർ നമ്മളുടെ വീഡിയോ കാണുന്നത് കൊണ്ട് തന്നെ
പലരും വിളിച്ച് പറയാറുണ്ട്, മാഡം ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയി, ഞാൻ മറന്നുപോയി 2 ദിവസം, ഇനി എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളത് തിരിച്ചൊന്നേന്ന് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ നിങ്ങൾ നിലച്ചിരിക്കാതെ എന്തെങ്കിലും ഒരു കാരണം, ആരെങ്കിലും ഒരു മരണമോ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷനോ ഒക്കെ വന്നാൽ പോലും നിങ്ങളത് മുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നേന്ന് ചെയ്യണം. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നതിന് മുമ്പ് പരീക്ഷണം എന്നൊരു ഘട്ടം ഉണ്ടായിരിക്കും. ആ ഒരു പരീക്ഷണ ഘട്ടം താണ്ടാതെ ദൈവം നമ്മളെ പ്രസാദിക്കത്തില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു വഴിപാട് ചെയ്യുമ്പം എന്തെങ്കിലും രീതിയിൽ അതിന് മുടക്കം വരും, അത് ഉറപ്പായ കാര്യമാണ്. അങ്ങനൊരു മുടക്കം വരും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ മുടക്കം വരാൻ സാധ്യത ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളത് കവർ ചെയ്ത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ചില സമയത്ത് നമ്മളുടെ കയ്യിലല്ലാതെ പല കാര്യങ്ങളും സംഭവിക്കും. അതല്ല ഞാൻ പറയുന്നത്. ചിലപ്പം നിങ്ങൾ 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു, 12-ാം തീയതി നിങ്ങളൊരു സ്ഥലത്ത് പോകാൻ ഓൾറെഡി പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്താൽ അത് മുടങ്ങും, അതുകൊണ്ട് ഞാൻ പോയിട്ട് വന്നിട്ട് പിന്നെ മീൻസ് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി നോക്കിയിട്ട് വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്കൊരു തടസ്സം വരുന്നുണ്ടോ, ഒരു വഴിപാട് നടത്തുമ്പോൾ തടസ്സം വരുന്നുണ്ടോ, അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളൊരു വഴിപാടാണെന്ന് ഉറപ്പിക്കുക. നിങ്ങളൊരു സംശയത്തോടാണ് ഒരു വഴിപാട് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ, അതിൽ മുടക്കം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാക്കുക, ആ വഴിപാട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് നല്ലതേ വരത്തുള്ളൂ. നല്ല ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് അതിന് തടസ്സങ്ങൾ വരുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വഴിപാടിലേക്ക് പോകാം. ഈ വഴിപാട് ചെയ്യുവാൻ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് വെറ്റിലയും, നല്ല പച്ച വെറ്റിലയും, 1 രൂപ കോയിനും, ഒരു ചെറിയ വെള്ള കളറിലുള്ള ഒരു നൂലുമാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സുമാണ് വേണ്ടുന്നത്. അപ്പോൾ ഈ 11 ദിവസത്തിലേക്ക് ഓരോ ദിവസവും ഓരോ വെറ്റിലയും, ഓരോ 1 രൂപ കോയിനും, അതുപോലെ നൂലും പ്രത്യേകം ഓരോ ദിവസവും എടുക്കുക. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ 7:20 കഴിഞ്ഞുള്ള സമയത്തിൽ ഈ വെറ്റില എടുത്തിട്ട്, വെറ്റില നല്ല കഴുകി വൃത്തിയാക്കി അതിൻ്റെ തണ്ട് ഒടിച്ച് കളയുക. തണ്ടിൽ മൂദേവിയാണുള്ളത് വെറ്റിലയിൽ, അതുകൊണ്ട് വെറ്റിലയുടെ തണ്ട് ഒടിച്ച് കളയുക. വെറ്റിലയുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞു തരേണ്ടതായിട്ടില്ലല്ലോ. നമ്മളുടെ ഹിന്ദു വിശ്വാസപ്രകാരം വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് വെറ്റില. നമ്മൾ അതിനാണ് ദക്ഷിണയായിട്ട് വെറ്റില കൊടുക്കുന്നത്. അതുപോലെ ഹനുമാൻ ഭഗവാനും അതുപോലെ മറ്റു ദൈവങ്ങൾക്കും വെറ്റിലമാല സമർപ്പിക്കുന്നതും വളരെയധികം പവറുള്ളത് കൊണ്ടാണ്. കാരണം വെറ്റില എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണ അല്ലെങ്കിൽ ഒരു സന്യാസി, അതല്ലെങ്കിൽ ഒരു യോഗിയെ പോലെയാണെന്ന് വെച്ചാൽ, വെറ്റിലയ്ക്ക് കായില്ല, പൂവില്ല, ഒരു തണ്ടും ഇലയും മാത്രമേ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ വെട്രിയില എന്ന് പറയുന്നത്. ഒരു രണ്ടർത്ഥമുണ്ട്. വെട്രിയില, അതായത് വെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ജയം തരുന്ന ഇല, അതല്ലെങ്കിൽ വെറും ഇല പറയുന്നതുണ്ട്. ഇല മാത്രമേ ഉള്ളൂ എന്നൊരർത്ഥത്തിലും ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വെറ്റില നല്ല കഴുകി വൃത്തിയാക്കി അതിൻ്റെ തണ്ട് ഒടിച്ചിട്ട് അതിൻ്റെ നടുക്ക് തുടച്ചിട്ട് അതിൻ്റെ നടുക്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം എഴുതുക. ഈ 11 ദിവസത്തേക്ക് ഒറ്റ ആഗ്രഹമായിരിക്കും വേണ്ടുന്നത്. 2 ദിവസം കഴിയുമ്പോൾ വേറൊരു ആഗ്രഹം കൂടെ വന്നു എന്ന് പറഞ്ഞ് ഈ വെറ്റിലയിൽ എഴുതരുത്. ഒരു വെറ്റിലയിൽ ഒരാഗ്രഹം എഴുതുക. അതേപോലെ തന്നെ ഒരാഗ്രഹത്തിന് വേണ്ടി ഒരു സമയത്ത് വഴിപാട് നടത്തുക. ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളോടും ഒരുമിച്ചെടുത്തിട്ട് വഴിപാട് നടത്തി കഴിഞ്ഞാൽ ഭഗവാന് തന്നെ സംശയമാവും. ഇതിൽ തമാശയ്ക്ക് പറയുന്നതാണേ, ഭഗവാന് തന്നെ ഓർക്കും, ഇതിൽ എന്തൊക്കെയാണ് ഞാൻ നടത്തേണ്ടത്, ഇവരുടെ മാത്രം ആ ഒരു ലിസ്റ്റ് കണ്ട ദൈവത്തിന് അത് മാത്രമേ നടത്താൻ സമയം കാണുള്ളൂ. അങ്ങനെ കൊടുക്കരുത്. നിങ്ങളുടെ ഒരാഗ്രഹം ഒരു സമയത്ത് ചോദിക്കുക. അത് വളരെ വ്യക്തവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പ്രീതി പെട്ടെന്ന് നേടുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ആ വെറ്റിലയിൽ നിങ്ങളുടെ ഒരാഗ്രഹം എഴുതുക. അതായത് നിങ്ങൾക്ക് പുതിയൊരു വീട് വാങ്ങണം എന്നാണെങ്കിൽ പുതിയൊരു വീട് വാങ്ങാൻ സഹായിക്കണം എന്ന് എഴുതിയിട്ട് ആ വെറ്റിലയിലെ മുകളിൽ ഒരു നാണയത്തൊട്ട്, 1 രൂപയുടെ നാണയത്തൊട്ട് വെക്കുക. അത് കഴിഞ്ഞ് ആ വെറ്റിലയും 1 രൂപ നാണയത്തൊട്ടും കയ്യിലെടുത്തിട്ട്, അതായത് വെറ്റിലയുടെ തുമ്പ് നമ്മുടെ കൈയുടെ വിരലിൻ്റെ അതിലേക്കൂടെ വെച്ചാൽ നമ്മൾ ദക്ഷിണ കൊടുക്കുന്നത് പോലെ തന്നെ പിടിച്ചിട്ട് കൈകൾ കൂപ്പിയിരുന്നിട്ട് നിങ്ങൾ വരാഹി ദേവി അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു മന്ത്രം ചൊല്ലാവുന്നതാണ്. ഈ മന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓം അരിഗ്നി നമഃ, ഓം അരിഗ്നി നമഃ, ഓം അരിഗ്നി നമഃ, ഓം അരിഗ്നി നമഃ എന്ന ഈ മന്ത്രം 21 വട്ടം ചൊല്ലാം, 11 വട്ടം ചൊല്ലാം, അല്ലെങ്കിൽ 108 വട്ടം ചൊല്ലാം.
ഇതിലേതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുക്കുക. എല്ലാ ദിവസവും ഈ ഒരു സംഖ്യയിൽ തന്നെ നിങ്ങൾ ചൊല്ലേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മന്ത്രം ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ആ വെറ്റിലയുടെ നടുക്കിയിരിക്കുന്ന നാണയത്തുട്ടോടു കൂടി ആ വെറ്റില പൊതിഞ്ഞ് ആ നൂല് കൊണ്ട് കെട്ടാം. ആ നൂല് കൊണ്ട് കെട്ടിയതിന് ശേഷം ഈ വെറ്റില ഞാൻ ആ പറഞ്ഞ കാർഡ്ബോർഡ് ബോക്സിലോ അല്ലെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിലോ ഇട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസം ചെയ്യുന്ന ഈ വെറ്റിലയും ഇതുപോലെ തന്നെ കെട്ടി ആ ഡബ്ബയിൽ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സിൽ ഇട്ട് വെക്കുക. 11 ദിവസത്തെ പൂജയ്ക്ക് ശേഷം, അതായത് വഴിപാടിന് ശേഷം, നിങ്ങൾക്ക് അതിലെ വെറ്റിലകളെല്ലാം എടുത്ത് വെറ്റിലയും നൂലുമൊക്കെ എടുത്തിട്ട് ആരും ചവിട്ടാത്ത ഭാഗത്ത് കളയാം. അതല്ലെങ്കിൽ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയാം. അതായത് ആരും ചവിട്ടരുത് അല്ലെങ്കിൽ അശുദ്ധമാകരുത് എന്നേ ഉള്ളൂ. അതിലിരുന്ന് 1 രൂപ നാണയങ്ങളെല്ലാം എടുത്ത് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ വഞ്ചിയിൽ അതല്ലെങ്കിൽ കാണിക്കപ്പെട്ടിയിൽ നിങ്ങൾക്ക് ഭഗവാന് സമർപ്പിക്കാം. പിന്നെ ഈ പൂജ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുടക്കം വരുത്താതെ വീട്ടിലുള്ള ആരെങ്കിലും കൊണ്ട് ഇതേപോലെ തന്നെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഇന്ന ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് വീട്ടിൽ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നുണ്ടെങ്കിൽ ആ പൂജ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും തുടങ്ങാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ 11 ദിവസത്തെ പൂജ കഴിഞ്ഞിട്ട് 11ൻ്റെ അന്നോ അല്ലെങ്കിൽ 12ൻ്റെ അന്നോ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, എന്തെങ്കിലും സാഹചര്യത്താൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങളത് നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചിട്ട് നിങ്ങൾ പോകുമ്പോൾ ആ പൈസ കൊണ്ടുവന്ന് നിങ്ങൾ അമ്പലത്തിൽ നിക്ഷേപിക്കുക. ആ പൈസ നിങ്ങൾ അറിയാതെ പോലും ഒരു ആവശ്യത്തിനും എടുക്കരുത്. അത് ദൈവത്തിനുള്ളതാണ്, ഭഗവാനുള്ളതാണ്. ഭഗവാന് തന്നെ സമർപ്പിക്കുക. അത് ഈ ഒരു വഴിപാട് ചെയ്യുന്നത് കൊണ്ട് ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതാണ്. ചിലർക്ക് ചെറിയ ചില ആഗ്രഹങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചിലർ വളരെയധികം പ്രാർത്ഥനയോടുകൂടി ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് അവരുടെ ആഗ്രഹങ്ങൾ നടന്നു എന്ന് വരാം. ചിലർക്ക് കുറച്ച് സമയം എടുത്തെന്നിരിക്കും. അത് നിങ്ങളുടെയൊക്കെ ദശാന്തിയും നിങ്ങളുടെ സമയവും ഒക്കെ അനുസരിച്ചിരിക്കും, നിങ്ങളുടെ പ്രാർത്ഥന അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് ഇത്തിരി ലേറ്റാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓരോ മാസവും 11 ദിവസം വെച്ചിട്ട് 11 മാസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് 1 മാസം കൊണ്ട് കാര്യങ്ങൾ നടന്നവരുണ്ട്. 2 മാസമൊക്കെ കൊണ്ടിട്ട് മിക്കവാറും എല്ലാവരും 2ാമത്തെ മാസത്തിൽ തന്നെ നടക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഏതൊരാഗ്രഹവും അമ്മ നടത്തിത്തരും. അമ്മയോട് വളരെയധികം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. ഓം വരാഹി ദേവിയേ നമഃ.